ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഗസയിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഗസയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഗസയെ അവരുടെ ഒരു ബേസായി കാണുകയും ആ നാട്ടിലെ ജനങ്ങളെ ബന്ധികളാക്കി വെക്കുകയും ആ നാട്ടിലെ ജനങ്ങളെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാർഗെയിനിങ് പോയിന്റാക്കി വെക്കുകയും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇസ്രായേൽ നടത്തിയ തിരിച്ചടികളിൽ ഗസയ്ക്ക് സംഭവിച്ചിട്ടുള്ള വലിയ നഷ്ടങ്ങൾ അത് നികത്താനാവാത്തതുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗസയിൽ ഹമാസ് ഒഴിവായി പോയാൽ മാത്രമേ, ഹമാസ് ആയുധം താഴെ വെച്ചാൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നത് വ്യക്തമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറാണെന്ന് സമ്മതിക്കുന്നത്. ഗസയിൽ ഒരു സമാധാനം, താൽക്കാലികമെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുകയും അടുത്ത ഘട്ടത്തിലേക്ക് ഗസ റീബിൽഡിങ്ങിൻ്റെ ആസൂത്രണങ്ങൾ നടക്കുകയും ചെയ്തത്. എന്നാൽ എല്ലാ അന്താരാഷ്ട്ര തലത്തിലുമുള്ള ശ്രദ്ധയുമൊക്കെ ഗസയിൽ നിന്നും പതുക്കെ മാറുന്ന ഘട്ടത്തിലാണ് ഗസയിൽ തങ്ങളുടെ അധികാരം വീണ്ടും ഹമാസ് ഉറപ്പിക്കുന്നു എന്ന നീക്കങ്ങൾ ശക്തമാകുന്നത്. ഗവൺമെന്റ് തലപ്പത്ത് വിശ്വസ്തരെ നിയമിച്ചും നികുതി പിരിച്ചും ശമ്പളം നൽകിയും ഹമാസ് ഭരണം തുടരുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ പ്രായോഗികത എത്രത്തോളം ഉണ്ടാകുമെന്നതുപോലും വലിയ ആശങ്കയായി ഇപ്പോൾ നിലനിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഗസയിലെ സിവിൽ സർവീസ്, സുരക്ഷാ സംവിധാനങ്ങൾ, പ്രാദേശിക ഭരണകൂടങ്ങൾ എന്നിവയിൽ സ്വന്തം അനുയായികളെ നിയമിച്ചുകൊണ്ട് ഹമാസ് തങ്ങളുടെ അധികാരം താഴെത്തട്ടിൽ ഉറപ്പിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ പ്രകാരം ഭരണപരമായ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഗസയിൽ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇസ്രായേൽ നിയന്ത്രണത്തിലല്ലാത്ത പ്രദേശങ്ങളിൽ 5000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് ക്രമസമാധാന പാലനവും നികുതി പിരിവും അവർ സജീവമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിക്ക് ഹമാസിന്റെ ഈ നീക്കങ്ങൾ വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഹമാസ് പൂർണ്ണമായും ആയുധം ഉപേക്ഷിക്കണമെന്നും പകരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം എന്നുമാണ് ട്രംപിന്റെ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ഗസയിൽ അധികാരം ശക്തിപ്പെടുത്തുന്ന ഹമാസിന്റെ നടപടികൾ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ തകിടം മറിക്കുമെന്നും നിരീക്ഷകർ കരുതുന്നു. ആയുധം ഉപേക്ഷിക്കാനോ അധികാരം പൂർണ്ണമായി കൈമാറാനോ ഹമാസ് തയ്യാറല്ല എന്ന കാര്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഗസയുടെ ഭരണം സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന അമേരിക്കൻ പിന്തുണയുള്ള ഒരു സമിതിക്ക് കൈമാറാൻ ഹമാസ് തത്വത്തിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ സമിതിയുടെ മേൽനോട്ടവും നിയന്ത്രണവും തങ്ങൾക്ക് തന്നെ വേണമെന്ന ഉറച്ച നിലപാടിലാണ് അവർ. ഈ സാഹചര്യത്തെ കയ്യിലെ താക്കോൽ സമിതിക്കായിരിക്കും, പക്ഷേ കാർ ഓടിക്കുന്നത് ഹമാസ് ആയിരിക്കും എന്നാണ് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിക്കുന്നത്. അതായത് പുറമേ മറ്റൊരു ഭരണ സംവിധാനം ഉണ്ടെങ്കിലും യഥാർത്ഥ അധികാരം തങ്ങളുടെ കൈകളിൽ തന്നെ നിലനിർത്താനാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക, തകർന്നടിഞ്ഞ നഗരത്തിന്റെ പുനർനിർമ്മാണം ഏകോപിപ്പിക്കുക, അവിടെ സുസ്ഥിരമായ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരിക എന്നിവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ സമാധാന പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് പീസ് നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഹമാസിന്റെ നിലവിലെ നീക്കം എങ്ങനെ ബാധിക്കുമെന്നത് പ്രധാന ആശങ്കയും നിലനിൽക്കുകയാണ്. ബോർഡ് ഓഫ് പീസ് വിഭാവനം ചെയ്യുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് അന്താരാഷ്ട്ര സഹായത്തോടെയുള്ള വലിയ തോതിലുള്ള പുനർനിർമ്മാണമാണ്. എന്നാൽ ഹമാസ് ആയുധം ഉപേക്ഷിക്കാതെ ഗസയിലേക്ക് പണമോ നിർമ്മാണ സാമഗ്രികളോ നൽകാൻ ഈ സമാധാന പദ്ധതിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാമെന്ന് സംബന്ധിച്ച രാജ്യങ്ങളും സംഘടനകളും മടിക്കുന്ന സാഹചര്യമുണ്ട്. പുനർനിർമ്മാണത്തിനായി നൽകുന്ന ഫണ്ട് ഹമാസ് തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന ആശങ്കയുണ്ട്. ഇത് ബോർഡ് ഓഫ് പീസിന്റെ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കും. ട്രംപിന്റെ പദ്ധതി അനുസരിച്ച് ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടണം. എന്നാൽ ഗസയിലെ വിശ്വസ്തരെ നിയമിച്ചും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചും ഹമാസ് പിടിമുറുക്കുന്നത് അവർ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഹമാസ് ആയുധം ഉപേക്ഷിക്കുന്നത് വരെ ഗസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ നിലപാടെടുക്കുന്നത് സമാധാന കരാറിലെ 2ാം ഘട്ടത്തിലേക്കുള്ള മാറ്റം അനിശ്ചിതത്വത്തിലാക്കും. സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന നാഷണൽ കമ്മിറ്റി ഭരണം ഏറ്റെടുക്കണമെന്ന് ട്രംപിന്റെ പദ്ധതി പറയുമ്പോൾ ഭരണത്തിന്റെ കടിഞ്ഞാൺ തങ്ങളുടെ കൈകളാൽ തന്നെ ഇരിക്കണമെന്ന് ഹമാസ് വാശി പിടിക്കുന്നത് ഭരണപരമായ വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകും. ഒരു യുദ്ധത്തിന് തന്നെ സാഹചര്യമൊരുങ്ങും. ഹമാസ് അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പക്ഷം ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് വിഭാവനം ചെയ്യുന്ന ഒരു ഭീകരവാദ മുക്ത ഗാസ, ടെറർ ഫ്രീ ഗാസ എന്ന ലക്ഷ്യം കേവലം കടലാസ് പദ്ധതിയായി മാത്രം അവശേഷിക്കും. ഇത് ഗസയിൽ വീണ്ടും സൈനിക നീക്കത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കും. പൂർണ്ണമായും അർത്ഥത്തിൽ ഗസ വീണ്ടും സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറും. നമുക്കറിയാവുന്ന കാര്യമാണ്, വെടിനിർത്തൽ കരാർ വന്ന അന്നത്തെ ചില ദൃശ്യങ്ങളുണ്ട്. മാളങ്ങളിൽ ഒളിച്ചിരുന്ന ഗസയുടെ താഴെ ഡൽഹി മെട്രോയുടെ തുരങ്കങ്ങളെക്കാൾ വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിൽ ഒളിച്ചിരുന്ന ഭീകരരൊക്കെ തന്നെ വെടിനിർത്തൽ വന്നതോടെ ഇസ്രായേൽ ബോംബിടൽ നിർത്തിയതോടുകൂടി അവർ പുറത്തിറങ്ങി, പെരുച്ചാഴികളെ പോലെ പുറത്തിറങ്ങിയ അവസ്ഥ. അന്ന് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രവിശ്യകളിലെല്ലാം തന്നെ ഹമാസ് അവരുടെ തീവ്രവാദികളെ വിന്യസിച്ചു എന്ന വാർത്തകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ അതിൻ്റെ ഏകദേശം പൂർണ്ണമായും അർത്ഥത്തിലേക്ക് വന്നിരിക്കുന്നു. അവർ അടുത്ത
ഒരു ഒക്ടോബർ 7 വേണ്ടി ആസൂത്രണം ചെയ്യുകയാണെന്നുള്ള വിവരങ്ങൾ പോലും വരുന്നുണ്ട്. എന്തായാലും ഗസയിൽ സമാധാനം ഉടനെ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും ഭയാനകമായ യാഥാർത്ഥ്യം.